ലോകം വഷളായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഈ പോക്ക് പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആശങ്കപ്പെടുന്നതിൽ അതിശയിക്കാനില്ല. എന്നാൽ ആരംഭവും അവസാനവും നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ദൈവമാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ നന്മ മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ പിന്നെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ദൈവം അത് മനോഹരമാക്കി തീർത്തുകൊള്ളൂ. ആ വിശ്വാസം താങ്കളുടെ ജീവിതത്തിലുണ്ടോ? ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. നഷ്ടമായി പോയ ദൈവിക സംസർഗമാണ് ക്രിസ്തുയേശുവിലൂടെ ദൈവം മനുഷ്യന് പ്രാപ്യമാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തോടടുക്കുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് തീഷ്ണതയുള്ള മനുഷ്യരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിലാകുന്നു. യെശയ്യാപ്രവചനം 56-ാം അധ്യായം. യെശയ്യാപ്രവചനം 56-ാം അധ്യായത്തിലൂടെ പുതിയ ഉടമ്പടിക്ക് കീഴിൽ ഇസ്രായേലിന് സഹസ്രാബ്ദ വാഴ്ചയിൽ ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നാം പഠിക്കുവാൻ പോകുകയാണ്. നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തിന് തൻ്റെ പുത്രൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിലൂടെ ദൈവം നൽകിയ രക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന ആശ്ചര്യകരമായ 53-ാം അധ്യായത്തിലേക്കാണ് ഈ 56-ാം അധ്യായം വാസ്തവത്തിൽ വിരൽ ചൂണ്ടുന്നത്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറം വരുവാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് തന്നെ പ്രവചിച്ച വസ്തുതകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ രാഷ്ട്രത്തിലേക്ക് മടങ്ങി വന്ന് തൻ്റെ സ്വന്തം ജനത്തോട് സംസാരിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത് ചിലർ ചിന്തിക്കുന്നത് പോലെ സീനായ് മലയിലേക്കുള്ള മടങ്ങിപ്പോക്കല്ല, പിന്നെയോ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ആ വിജയോത്സവ പ്രവേശനമാണ്. ഇത് മുൻപോട്ടുള്ള ഒരു നീക്കമാകുന്നു. യുക്തിയുക്തമായി ചിന്തിക്കുമ്പോൾ ഇതുവരെ നടന്നതിൻ്റെ പിൻപേ വരേണ്ട ഒരു കാര്യമത്രേ ഇത്. പ്രത്യേകമായി ഇത് ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയുള്ളതും അവിടെ നിന്നും വിശാലമായ ലോകത്തിലേക്ക് ഇറങ്ങുന്നതുമാണ്. ഇസ്രായേലുമായി ദൈവം ഉണ്ടാക്കിയ പുതിയ ഉടമ്പടിയിലാണ് ഇത് നിൽക്കുന്നത്. ഭാവിയിൽ ഭൂമിക്ക് മുഴുവനും ഈ അനുഗ്രഹം ലഭിക്കുന്നതാണ്. ആ സമയത്ത് മോശയിക ന്യായപ്രമാണം അതേ കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഉയർത്തിക്കാട്ടിയ കാര്യങ്ങൾ ഭൂമിയിൽ പ്രാബല്യത്തിൽ വരുത്തും. കാരണം ക്രിസ്തു ആയിരിക്കുമല്ലോ അന്ന് ഭരിക്കുന്നത്. അവൻ്റെ ഹിതവും അവിടുത്തെ നിയമവുമായിരിക്കും അന്ന് നടക്കുന്നത്. ഈ അധ്യായത്തിൽ സംഭവങ്ങൾക്കല്ല, ധാർമ്മിക മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രവചനത്തിലല്ല, പ്രായോഗിക വശത്തിനാണ് ഇവിടെ മുൻതൂക്കം നൽകുന്നത്. ഇതെല്ലാം ഇന്ന് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് ആവശ്യമാണ്. പ്രവചനത്തിൻ്റെ പഠനം ബുദ്ധിയെ വികസിപ്പിക്കുന്നതോ ആകാംക്ഷയെ ഉണർത്തുന്നതോ അല്ല, പിന്നെയോ വിശുദ്ധ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. ഇന്ന് അനേകർക്കും ഇതൊരു അറിവ് സമ്പാദിക്കുവാനുള്ള മാർഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മുൻതൂക്കം കൊടുത്ത് പ്രസംഗിക്കുന്നവർ ആളുകളെ ഒരു വിനോദത്തിലേക്ക്, രസത്തിലേക്ക് നയിക്കുവാനുള്ള താല്പര്യത്തോടു കൂടെ മാത്രമാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ആരെയും വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കണമെന്നുള്ള വലിയ വാഞ്ചയോടുകൂടി കാണുന്നില്ല. ചുരുക്കം ചിലർ കണ്ടു എന്ന് വന്നേക്കാം, ഇല്ലെന്ന് പറഞ്ഞില്ല. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയത് 1 യോഹന്നാൻ 3:3 അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്നത്രേ. പ്രവചനത്തിൻ്റെ പഠനം നമുക്ക് വിശുദ്ധിയുടെ പ്രത്യാശ നൽകുന്നു. കർത്താവ് ഭൂമിയിൽ ഭരണം നടത്തുന്ന ദിവസത്തെ ആണ് യെശയ്യാവ് ഇവിടെ നോക്കിക്കാണുന്നത്. അതത്രേ രാജ്യത്തിൻ്റെ യുഗം, അതെ, സഹസ്രാബ്ദം. കർത്താവായ യേശു അന്ന് ഭരണം നടത്തുന്നു. യാതൊരു വ്യക്തിക്കും ന്യായപ്രമാണം അനുഷ്ഠിച്ചുകൊണ്ട് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം ഓർക്കണം. ഈ കാര്യം നമ്മുടെ കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വ്യക്തമാക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് കർത്താവ് തന്നെ പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ,
ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഈ അടിസ്ഥാനത്തിൽ നമ്മിൽ അധികം പേരും രക്ഷപ്പെടുകയില്ല എന്നത് തീർച്ചയാണല്ലേ. എന്നാൽ പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക? അതെ, നമ്മെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ നമുക്കുണ്ട്. അവൻ ഈ ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഇവിടെ വിമാനം റാഞ്ചലോ മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോക്കലോ കൊലപാതകമോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഭൂമി അന്ന് ഒരു സുരക്ഷിതമായ സ്ഥലമായിരിക്കും. അന്ന് നമുക്ക് എവിടെയും ഭയം കൂടാതെ നടക്കുവാൻ കഴിയും. ഓരോ മനുഷ്യനും അവനവൻ്റെ മുന്തിരിത്തോട്ടത്തിലും അത്തിമരത്തിൻ്റെ കീഴിലും പാർക്കുവാൻ കഴിയും. അത് ശ്രദ്ധേയമായ കാര്യമല്ലേ? ഇനി നമുക്ക് ഭാവി രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 56 അധ്യായത്തിൻ്റെ 1 വാക്യം മുതൽ. 56:1 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. എൻ്റെ രക്ഷ വരുവാൻ അടുത്തിരിക്കുന്നു. രാജ്യം പെട്ടെന്ന് സ്ഥാപിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു. ഒരു ഇടവേളയ്ക്കുള്ള അവസരം അവർ നൽകുന്നുണ്ടെങ്കിലും അത് അനധിവിദൂര ഭാവിയിൽ നടക്കുവാൻ ഇരിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. രക്ഷ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജാതിയുടെ രക്ഷയാണ്, മറക്കരുത്. അപ്പോസ്തലനായ പൗലോസ് ഇതാണ് അർത്ഥമാക്കിയത്. റോമാലേഖനം 11 അധ്യായത്തിൻ്റെ 26 27 വാക്യങ്ങളിൽ അവൻ പറഞ്ഞു, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വരുവാനിരിക്കുന്ന രക്ഷയുടെ പ്രതീക്ഷ നീതി പ്രവർത്തിക്കുവാനുള്ള പ്രചോദനമായിരുന്നു. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രത്യാശ നമുക്ക് വിശുദ്ധ ജീവിതത്തിനായുള്ള പ്രചോദനം നൽകുന്നത് പോലെ തന്നെ. 2 വാക്യം 56:2 ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. കർത്താവിൻ്റെ ഭരണത്തിന് കീഴിൽ വീണ്ടും ശബത്താചരണം നിലവിൽ വരും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൃപയുടെ കാലത്ത് നമ്മോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കൊലോസ്യ ലേഖനം 2 അധ്യായം 16 വാക്യത്തിൽ, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് എന്നാണ്. അതുകൊണ്ട് ഞാനും നിങ്ങൾ ശബത്തിൻ്റെ കീഴിലല്ല ഈ കൃപയുടെ യുഗത്തിൽ എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ ക്രിസ്തു ഭരണം ഏറ്റെടുക്കുമ്പോൾ അതായത് ശബത്ത് യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം പോകുന്നു. 3 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. ഷണ്ണനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. ഒരു അന്യജാതിക്കാരൻ താൻ ഒരു അന്യജാതിക്കാരനാണെന്ന് അന്ന് ചിന്തിക്കുവാൻ ഇടയാകുകയില്ല. അതിന് പകരം ഇസ്രായേലിൻ്റെ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നതിന് അവനെ ക്ഷണിക്കുന്നു. മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥയിൽ ഒരു ഷണ്ണന് പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഭാവിയിൽ ശാരീരികമായ അംഗവൈകല്യം ആരെയും ഈ വലിയ പദവിയിൽ നിന്നും ഒഴിച്ചു നിർത്തുകയില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നു, എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. അംഗഹീനരും അപരിചിതരും പുറന്തള്ളപ്പെട്ടവരുമെല്ലാം ദൈവകൃപയാൽ ഒരു പുത്രനേക്കാൾ ഒരു പുത്രിയേക്കാൾ നല്ല ഒരു പദവിയിലേക്ക് നിലനിൽക്കുന്ന ഒരു രക്ഷിത അവസ്ഥയിലേക്ക് വിളിക്കപ്പെടുന്നു. എത്ര മനോഹരമല്ലേ! ന്യായപ്രമാണം ഇത് നൽകിയില്ല. കർത്താവിൻ്റെ വാഴ്ചയുടെ സമയത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന്, പ്രിയ സുഹൃത്തെ, ഇന്ന് നാം കാണുന്നത് പോലെ ഹൃദയഗതി മാനിക്കപ്പെടാതെയും തുല്യനീതി ലഭിക്കാതെയുമുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകിയില്ല. 6-7 വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച്
അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെയൊക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അന്യജാതിക്കാർക്ക്, അതായത് യഹൂദന്മാരല്ലാത്തവർക്ക് ഒരു പുതിയ ഹൃദയം നൽകപ്പെടും. അങ്ങനെ അവരും കർത്താവിനെ സ്നേഹിപ്പാനിടയാകും. നമ്മുടെ കർത്താവ് ദൈവാലയത്തെ 2ാം പ്രാവശ്യം ശുദ്ധീകരിച്ചപ്പോൾ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്രകാരം ചെയ്തത്. ജാതിയോ മതമോ ഭാഷയോ സ്ഥിതിയോ ഇതൊന്നും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു ദൈവാലയം എന്നാണ് യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ കാലത്ത് അപ്രകാരമല്ല ആ ദൈവാലയവും അതിനുള്ളതും പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് പല സമൂഹങ്ങളും ദൈവം അതിനെക്കുറിച്ച് ദൈവാലയം എന്ന് നിലയിൽ ഉദ്ദേശിച്ചിരിക്കുന്നതിൽ നിന്നും എത്രയോ വ്യതിചലിച്ചിരിക്കുകയാണ്, ഇല്ലേ? ഇന്ന് നാം കാണുന്ന പല വേർതിരിവുകളും ദൈവഹിതത്തിൽ നിന്നും വെളിയിലാണ്. നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടിയെടുക്കുന്നതിന് സഭ എത്രമാത്രം പ്രവർത്തിക്കണമെന്നുള്ളത് പലരും ഓർക്കുന്നുപോലുമില്ല. ആഘോഷങ്ങളും ബിസിനസ്സുകളുമല്ലേ ഇന്ന് പ്രധാനപ്പെട്ട പരിപാടികൾ. ആത്മീക വർധനയ്ക്ക് ഉതകുന്ന പരിപാടികളിൽ ആർക്കും താല്പര്യമില്ല. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് അത് കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുന്ന ഒരു സ്ഥിതി മാറിയിരിക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത് എല്ലായിടത്തും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്നത്രേ. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിച്ച് അവൻ്റെ രക്ഷയുടെ സന്ദേശത്തിന് ലോകത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ദൈവമക്കളുടെ സമൂഹമാണ് ക്രിസ്തുവിൻ്റെ സഭ. അങ്ങനെയുള്ള സഭകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ദൈവവചനത്തെ വിലപ്പെട്ടതായി കാണുന്നു. സുവിശേഷം പങ്കുവയ്ക്കുന്നത് അവർക്ക് ആവേശമാണ്. തങ്ങളാൽ ആവത് ചെയ്യുന്നത് കൂടാതെ അതിനെ ആവോളം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയല്ലാത്ത സഭകൾ ദൈവവചന പഠനത്തിന് പ്രാധാന്യം കൊടുക്കുകയോ ആത്മാക്കളെ നേടുന്നതിൽ പങ്കാളിത്തം നൽകുകയോ ചെയ്യുന്നില്ല. 8-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഞാൻ അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കുമെന്ന് ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ശേഖരിക്കുന്ന ദൈവമായ യഹോവയുടെ അരുളപ്പാട്. കർത്താവിൻ്റെ രാജ്യം ആഗോളമായ ഒന്നായിരിക്കും. മനുഷ്യജാതിയിലുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങൾ അതിൽ ഉൾപ്പെടും. അന്നായിരിക്കും ക്രിസ്തുവിങ്കിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ തിരിഞ്ഞു വരുന്ന ഏറ്റവും വലിയ സമയം. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, വയലിലെ സകല മൃഗങ്ങളും കാട്ടിലെ സകല മൃഗങ്ങളുമായുള്ളവയെ വന്ന് തിന്നുകൊള്ളുവീൻ. ലോകത്തിലെ മറ്റ് രാജ്യക്കാർ വന്യമൃഗങ്ങളെപ്പോലെ തൻ്റെ ജനത്തെ ആക്രമിക്കുന്നതിനും അവരെ കൊള്ളയടിക്കുന്നതിനും ദൈവം അനുവദിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു യെശയ്യാവിൻ്റെ കാലത്തെ അവസ്ഥ. അടിമകളായി അവർ അശ്ശൂര്യർ അവരെ പിടിച്ചുകൊണ്ടുപോയി. ബാബേൽ കടന്നു വരുവാൻ ഇരിക്കുന്ന ഒരവസരമാണ്. പിന്നീട് മറ്റുള്ളവർ വന്ന് അവരെ നശിപ്പിക്കുവാനും കൊള്ളയടിക്കുവാനും തുടങ്ങും. യെരൂശലേം നഗരം വീണ്ടും വീണ്ടും പല പ്രാവശ്യം നശിപ്പിക്കപ്പെട്ടു. കുറഞ്ഞത് 27 പ്രാവശ്യമെങ്കിലും ആ നഗരം നാശത്തിനിരയായിട്ടുണ്ടെന്നത്ര ചരിത്രം പറയുന്നത്. ഇന്ന് യെരൂശലേം അവശിഷ്ടങ്ങളുടെ മേൽ പണിയപ്പെട്ട ഒരു നഗരമാണ്. ഇന്നത്തെ യെരൂശലേമിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 30 മുതൽ 50 അടി വരെ താണ സ്ഥലത്തു കൂടിയാണ് കർത്താവായ യേശു അന്ന് നടന്നിരുന്നത്. കർത്താവ് നടന്നിരുന്ന തെരുവുകളിൽ കൂടി നടത്തിക്കൊണ്ട് പോകാൻ പലരും നിങ്ങളെ കൊണ്ടുപോകാറുണ്ടല്ലോ. അതല്ല, കർത്താവ് നടന്നിരുന്നത് ഏറ്റവും കുറഞ്ഞ് 30 മുതൽ 50 അടി വരെ താഴ്ചയിലുള്ള അവസ്ഥയിലായിരുന്നു. ഇസ്രായേലിനെതിരായി വരുവാൻ ദൈവം രാജ്യങ്ങളെ അനുവദിച്ചു. അവർ ദൈവത്തോട് മറുതലിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും അവനെ വിട്ട് വിഗ്രഹങ്ങളിലേക്ക് തിരികുകയും ചെയ്തതാണ് കാരണം.
ദൈവം ഇസ്രായേൽ ജനത്തെ തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത് അവരെ തൻ്റെ മക്കളായി തീർത്തു. അത് വാസ്തവമാണ്. അവരുടെ ശ്രേഷ്ഠതയോ നന്മയോ കൊണ്ടല്ല ദൈവം അവരെ മാത്രം ഭൂമിയിലുള്ള സകല ജാതികളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തത്. പിന്നെയോ ദൈവത്തിൻ്റെ സ്നേഹം ഒന്നു മാത്രമാണ് അവരെ തിരഞ്ഞെടുക്കുവാൻ കാരണമായത്. അതുമാത്രമാണ്. അവർ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരും അനുസരണമുള്ളവരുമായി ജീവിക്കണമായിരുന്നു. അവർ ദൈവത്തെ മാത്രം ആരാധിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യണമായിരുന്നു. അതിനുള്ള എല്ലാ വ്യവസ്ഥകളും ഉപാധികളും അവസരങ്ങളും ദൈവം അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. അത്ഭുതകരമായ രീതിയിൽ ദൈവം അവരെ നടത്തുകയും ചെയ്തു. എന്നാൽ അവർ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവന് സ്തുതി കരേറ്റുന്നതിന് പകരം പലപ്പോഴും അന്യദേവന്മാരിലേക്ക് തിരികെയാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുവാൻ നിർബന്ധിതനായി എന്ന് വേണം ചിന്തിക്കാൻ. ശത്രു അവരെ ആക്രമിച്ച് കീഴടക്കുന്നതിനും പ്രവാസികളായി പിടിച്ചുകൊണ്ടു പോകുന്നതിനും എല്ലാം ദൈവം അവരെ അനുവദിച്ചു. ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കേണ്ട ജനം ദൈവത്തെ നിരന്തരമായി ത്യജിക്കുന്നു എങ്കിൽ ഉണ്ടാകാവുന്ന വിപത്തിനെയാണ് ഇസ്രായേൽ ജനം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഞാൻ ഇനി 10-ാം വാക്യം വായിക്കട്ടെ. 56-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമ നായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. അക്കാലത്ത് ദൈവത്തിന് വേണ്ടി സംസാരിച്ചിരുന്ന പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജനത്തെ നയിക്കുന്ന നേതാക്കന്മാരുടെ കഴിവുകേടും ബലഹീനതയുമാണ് ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കാരണമായ ഒരു വിഷയം. ഈ നേതാക്കന്മാർ അന്ധന്മാരായിരുന്നു. അവർ പരിജ്ഞാനമില്ലാത്തവരായിരുന്നു. ഇവിടെ പറയുന്ന അവർ ഊമന്മാരായിരുന്നു. ഊമ നായ്ക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫിലിപ്പിയർ 3:2. എന്താണ് അതിൽ നിന്ന് പൗലോസ് വ്യക്തമാക്കിയത്? നിൻ്റെ നേരെ കുരച്ചുകൊണ്ട് വരുന്ന നായയെ എങ്ങനെയെങ്കിലും സൂക്ഷിക്കണമെന്നല്ല. ദൈവത്തിൻ്റെ ആലോചന പൂർണ്ണമായി വിളിച്ചറിയിക്കാത്ത കള്ള ഉപദേശകന്മാരെയും പ്രസംഗകരെയും ഉദ്ദേശിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ കാലത്ത് ഓരോ ഇടയനും തൻ്റെ ആടുകളെ സൂക്ഷിക്കുന്നതിൽ സഹായിക്കുന്ന ഓരോ നായ്ക്കളുണ്ടായിരുന്നു. രാത്രിയിൽ നായ് ഉറക്കമുണർന്ന ആടുകളെ ഇങ്ങനെ സൂക്ഷിക്കും. ആടിനെ ഉപദ്രവിക്കുന്നതിനോ മോഷ്ടിക്കുന്നതിനോ വന്യമൃഗമോ ഏതെങ്കിലും മനുഷ്യരോ ഒക്കെ വരുന്ന നിമിഷം നായ് കുരച്ച് ശബ്ദമുണ്ടാക്കും. അങ്ങനെ ആട്ടിൻകൂട്ടത്തെ ശത്രുവിൽ നിന്നവൻ രക്ഷിക്കും. കാവൽക്കാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും ദൈവത്തിൻ്റെ വചനം അറിയിച്ച് ദൈവജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കേണ്ടവരാണ്. എന്നാൽ അവർ അതിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അതിനെക്കുറിച്ച് അവർ അജ്ഞരായിരുന്നു. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നവരായിരുന്നു അവർ. അപകടമുണ്ടാകുമ്പോൾ കുരയ്ക്കാത്ത ഊമ നായ്ക്കളെപ്പോലെയായിരുന്നു അവർ. മിണ്ടാതെ ഇരിക്കുന്നതിനായിരുന്നു അവർക്ക് എളുപ്പമുള്ള കാര്യം. നോക്കണേ, ദൈവശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്നവർ, പ്രത്യേകിച്ച് ദൈവവചനം ശരിയായി കൈകാര്യം ചെയ്യേണ്ടവർ ഭീരുത്വം കാണിച്ചതുകൊണ്ട് പലവിധ ദുരുപദേശങ്ങളും സഭയിൽ കടന്നു വന്നിരിക്കുന്നു എന്ന് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനം അതിൻ്റെ യഥാർത്ഥമായ ശക്തിയോടെ നാം അറിയിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കാത്ത ഒരു വ്യക്തി ഒരു ഊമനായാണെന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനല്ല, ദൈവത്തിൻ്റെ നടത്തിപ്പനുസരിച്ച് യെശയ്യാവാണത് പറഞ്ഞത്. ദൈവവചനം പ്രസംഗിക്കാത്ത മനുഷ്യനാണ് ഊമനായ. അവൻ കിടന്ന് ഉറങ്ങും എന്ന് നാം വായിച്ചു. കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയന്മാരെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. 1 പത്രോസ് 5:2-3 വാക്യങ്ങളിൽ അവൻ പറയുന്നു, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകയുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇന്നത്തെ സ്ഥിതി ഇങ്ങനെയാണോ? കുറ്റപ്പെടുത്തുകയല്ല, യാഥാർത്ഥ്യം കാണുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവമക്കളുടെ സംഘമായ കർത്താവിൻ്റെ സഭ വിശുദ്ധമാണ്. വിശുദ്ധം എന്നാൽ കർത്താവിനായി വേർതിരിക്കപ്പെട്ടത് എന്ന അർത്ഥമാണുള്ളത്. അതെ, ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ നിന്നും മാറി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ യാഗത്തിൽ വ്യക്തിപരമായി വിശ്വാസമർപ്പിച്ച് അവനെ മാത്രം പ്രത്യാശിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. അത് ദൈവത്തിൻ്റെ ആലയമാണ്.
അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? തുടർന്ന് അവൻ പറയുന്നു, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ. അതെ പ്രിയ സുഹൃത്തെ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം വാസം ചെയ്യുന്നു. അവരെ ചേർത്ത് കർത്താവ് തൻ്റെ അനുഗ്രഹീത ഗ്രഹം പണിയുന്നു, ആത്മീയ ഗ്രഹം. പത്രോസ് പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്ന്. അതെ, ദൈവജനത്തിൻ്റെ വിശുദ്ധി ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ സൂക്ഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ അലസത കാണിച്ചാൽ ദൈവം അത് പൊറുക്കുകയില്ല എന്ന് നാം ഓർക്കണം. മാത്രമല്ല, നമ്മെ തന്നെ കർത്താവിനായി സൂക്ഷിക്കുന്നതിൽ നാം വളരെ വിവേകമുള്ളവരായിരിക്കണം. അതിനുള്ള കൃപ നൽകിത്തരുവാൻ ദൈവം എപ്പോഴും തയ്യാറാണ്. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും ഓരോരുത്തൻ താന്താൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. അവർ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാരാണ്. ജനത്തിൻ്റെ നന്മയല്ല, തങ്ങളുടെ സ്വന്തം താല്പര്യമാണ് അവർ കരുതുന്നത്. എല്ലാവരും തങ്ങളുടെ ലാഭത്തിനും തങ്ങളുടേതായ വഴികളിലും തിരിഞ്ഞിരിക്കുന്നു എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന് ഞാൻ പറയാത്തതിന് നിങ്ങൾക്കറിയാം. 12-ാം വാക്യം, വരുവീൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും ഖേമത്തിൽ തന്നെ എന്ന് അവർ പറയുന്നു. അവർ വീഞ്ഞുകുടിയിലും മദ്യപാനത്തിലും വീണുപോയിരുന്നു. ഭാവിയെക്കുറിച്ച് അന്ധമായ ശുഭാപ്തി വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇന്നും ജീവിതത്തെ ഈ വിധത്തിൽ അഭിമുഖീകരിക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അവർ തങ്ങളുടെ ആ പ്രശ്നങ്ങളെ മദ്യത്തിൽ കുഴിച്ചു മൂടുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സുഹൃത്തെ, ഇന്ന് പ്രായമുള്ളവരും യുവാക്കന്മാരും കുഞ്ഞുങ്ങളും എത്രമാത്രം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നിരിക്കുന്നു എന്ന് വളരെ വേദനയോട് മാത്രമേ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കൂ. ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ ലംഘിച്ച് സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ അവർ വഴിവഴുപ്പിൽ നിൽക്കുന്നു. ഈ യാഥാർത്ഥ്യം അവർ ഓർക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശോചനീയമായ സ്ഥിതി. എന്നാൽ ദൈവഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർ ദൈവത്തിൻ്റെ ഉള്ളംകരത്തിലാണ്. അവരുടെ ഭാവി ആ ബലമുള്ള കരങ്ങളിൽ സുരക്ഷിതമാണ്. അതേ സുഹൃത്തേ, സ്നേഹവാനായ ദൈവം താങ്കൾക്കായി കരുതുന്നതിലും നല്ലതായി മറ്റൊന്നും താങ്കൾക്ക് ചിന്തിക്കാനാവില്ല. ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും മുൻപോട്ട് പോകുവാൻ നിങ്ങളെ ശക്തീകരിക്കുന്നത് ആ വലിയ കരുതലാണ്, അതിനെക്കുറിച്ചുള്ള അറിവാണ്, ആ നിശ്ചയദാർഢ്യം നമ്മുടെ ജീവിതത്തിൽ, ആ ഉറപ്പ് ഉണ്ടാകുമ്പോൾ ജീവിതത്തെ സധൈര്യം അഭിമുഖീകരിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. എത്ര മനോഹരമായിട്ടാണ് പ്രവാചകൻ ഇത് വിവരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഈ മനോഹര അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ പ്രമാണം നമ്മൾക്ക് കാണുവാൻ കഴിയും. പർവ്വതത്തിൻ്റെ മുകളിൽ അതിൻ്റെ അതിർത്തിക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണമെന്നാകുന്നു അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ എന്ന് വിശുദ്ധ പൗലോസും കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. വിശുദ്ധമായതും സാമാന്യമായതും തമ്മിലുള്ള വ്യത്യാസം ജനത്തിന് ഉപദേശിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ദൈവിക ശുശ്രൂഷക്കാർക്ക് ഒഴിയുവാൻ സാധ്യമല്ല.